ഹായ്, നമുക്കിന്നേ ചെറി പിക്കിങ്ങിന് പോയാലോ? അപ്പൊ ഇത് ന്യൂ സൗത്ത് വെയിൽസിലുള്ള യങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പം ഓൺലൈൻ വഴി പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. അതുമാത്രമല്ല, ഇവർ അലോട്ട് ചെയ്തിട്ടുള്ള ടൈമിംഗിൽ മാത്രമേ ഇവർ എൻട്രി നൽകുള്ളൂ. ചെറി കൊണ്ടുണ്ടാക്കിയ വൈനും അതുപോലെ ഐസ്ക്രീമും ഒക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് വൈനൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ചെറി ഫാമിലേക്ക് എൻട്രി ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം അവർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെറി പിക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ തന്നെയല്ല കേട്ടോ, നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അജിത് ചേട്ടനും ഷെൻസി ചേച്ചിയും, പിന്നെ ജുവാനും ജഹാനും. ചെറി മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫാമില് ആപ്രിക്കോട്ടും മുന്തിരിയും ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മുന്തിരി ഇതാ ആയി വരുന്നേ ഉള്ളൂ, ഇനിയും ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഈ ഒരു ചെറി ഫാമില് നമുക്ക് ചെറി എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് പറിച്ചു കഴിക്കാം. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ എൻട്രി ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ചെറിയൊരു ബക്കറ്റ് തരും. അതിനകത്ത് നമുക്ക് എത്ര വെറൈറ്റി ചെറി വേണമെങ്കിലും, അത് മാത്രമല്ല എത്ര കിലോ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് പറിച്ചിട്ട് നമുക്കത് തൂക്കി ക്യാഷ് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവരാം. കമ്പാരിറ്റീവ്ലി മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറഞ്ഞ പൈസ ആയിരിക്കും. അങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറി പറിച്ച് കഴിച്ചപ്പോഴേ എനിക്കൊരു നൊസ്റ്റ അടിച്ചു. നമ്മൾ ചെറുതിലെ ചാമ്പങ്ങയും ജാതിക്കയും അതുപോലെ ലൗലോലിക്കയൊക്കെ ഓടി നടന്ന് പറിച്ച് കൂട്ടം കൂടി കൂട്ടുകാരും ഒത്തിരുന്ന് കഴിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ആ ഒരു സെയിം വൈബായിരുന്നു കേട്ടോ ഇന്നും. പിള്ളേര് സെറ്റൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓടി നടന്ന് ചെറി പറിച്ചും അതുപോലെ ബക്കറ്റിൽ ശേഖരിച്ചും ഒക്കെ ആയിട്ട് അവരവരുടെ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളൊക്കെ 100 ഇരട്ടി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഷ് ചെറി. അപ്പം 2-3 വെറൈറ്റി ചെറിയൊക്കെ നമുക്ക് ഈ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. ഏകദേശം 2 മണിക്കൂറാണ് നമുക്ക് ഈ ഫാം നടന്നു കാണാനായിട്ട് അവർ അലോ ചെയ്യുന്നത് കേട്ടോ. 2 മണിക്കൂർ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാരും ഓടി നടന്ന് ചെറി പറിച്ച് ടേസ്റ്റ് ചെയ്യലായി. പറിച്ച ചെറിയെല്ലാം അങ്ങനെ തൂക്കി പാക്ക് ചെയ്ത് നമ്മളത് നേരെ പോകുന്നത് ഐസ്ക്രീം ബാറിലേട്ടാണ് കേട്ടോ. ചെറി ഫാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത് ചെറി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളി. നേരം ഏറെക്കുറെ സന്ധ്യയാകാറായി. അപ്പം നമുക്ക് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം നമ്മുടെ വീട്ടിലോട്ട് എത്താൻ. ഒരുപാട് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ഫാമുകളും ഒക്കെ നിറഞ്ഞ ഒരു ഇടമാണ് കേട്ടോ ന്യൂ സൗത്ത് വെയിൽസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് പശുക്കളെയും ചെമ്മരിയാടുകളെയും ആൽപ്പക്കകളും ഒക്കെ മേഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റി. റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് ഏരിയയിൽ നല്ല സ്വർണ്ണ കളറുള്ള പുല്ലുകളായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഗോതമ്പ് പാടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.